ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാവർക്കും സ്തോത്രം. യേശുക്രിസ്തുവിന്റെ സ്നേഹവന്ദനം അറിയിക്കുന്ന ഒരു സന്ധ്യാസമയം കൂടി നമുക്ക് ദൈവസന്നിധിയിൽ കൂടുവാൻ കർത്താവ് നമുക്ക് സാവകാശം കൃപയെ നൽകിയല്ലോ. കഴിഞ്ഞ ഒരാഴ്ച അത്ഭുതമായി കർത്താവ് നമ്മളെ നടത്തി. ഈ 2025 വർഷം ഫെബ്രുവരി മാസം 9-ാം തീയതി ഞായറാഴ്ചയുടെ സന്ധ്യാസമയം വീണ്ടും കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ബ്ലസ് മീഡിയയുടെ ഈ പ്രവർത്തനങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാനും നമ്മുടെ ഞായറാഴ്ച കൂട്ടായ്മയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് നൽകുന്ന എല്ലാ സാവകാശങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് ഒരു സന്ധ്യാസമയം കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ വചനങ്ങളൊക്കെ ധ്യാനിപ്പാനും കർത്താവ് നമുക്ക് നൽകുന്ന കൃപകൾക്കായി സാവകാശങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന ആപത്തും അനർത്ഥം നിറഞ്ഞ ഈ ലോകത്തിൽ കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളങ്ങളെ നിറച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന നമ്മളെ തലമുറകളെയും ദൈവസഭയുടെ പ്രവർത്തനങ്ങളെയും ബ്ലസ് മീഡിയയുടെ പ്രവർത്തകരെയും എല്ലാം കുടുംബങ്ങളായി കർത്താവ് വഹിച്ചല്ലോ. സ്തോത്രം. കർത്താവ് സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അനേക ജീവിതങ്ങൾ രോഗാവസ്ഥയിലൊക്കെ ആയിരിക്കുമ്പോൾ, വേർപാട് ദുഃഖത്തിലായിരിക്കുമ്പോൾ, നമ്മുടെ ദേശത്ത്, രാജ്യത്ത്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ വളരെ ഭാരങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് കർത്താവ് നൽകുന്ന സ്വസ്ഥതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ. ഈ സന്ധ്യാസമയം നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. കർത്താവ് നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കുവാൻ, കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ, ആത്മശക്തി പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും നയിക്കുവാനും ബലപ്പെടുത്തുവാനും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നമുക്ക് കൂട്ടായ്മ ആരംഭിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. രാജാതിരാജാവും കർത്താവുമായ ഞങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ, 2025 വർഷം ഫെബ്രുവരി മാസം 9-ാം തീയതി ഞായറാഴ്ച സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞങ്ങൾ ഈ മരുഭൂമി യാത്രയിൽ കർത്താവ് കൂടെയിരുന്ന് ഞങ്ങളെ പരിപാലിച്ച വൻകൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവ ഈരയായി, യഹോവ ശാലോമായി, യഹോവ നിസ്സായി ഒക്കെ കർത്താവ് ഞങ്ങൾക്കൊണ്ട് ഓരോ സമയങ്ങളിലും ഞങ്ങൾക്കൊണ്ട് ഇറങ്ങി വന്ന് ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളെ സഹായിച്ച എല്ലാ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദാനമായി നൽകിയല്ലോ. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കും, യഹോവയിൽ സ്തോത്രം ആശ്രയം ആയിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ വചനം പറയും പോലെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളൊക്കെ അനുഭവിപ്പാൻ ഇന്നയോളം ഞങ്ങളെല്ലാം കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ താവെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിലെ താവ് അങ്ങയിൽ ആശ്രയിച്ച് ഞങ്ങളുടെ ഭജനത്തിലെ താവെ പ്രമോദം കണ്ടെത്തി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളെ താവെ കുടുംബങ്ങളായും തലമുറകളായും എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, ജോലി ചെയ്യുന്ന സോദരിമാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വാർത്തയിലാക്കുന്ന മാതാപിതാക്കൾക്കായി സ്തോത്രം, കർത്തൃദാസന്മാരും കുടുംബങ്ങൾക്കായി സ്തുതിക്കുന്നു. അവരുടെ ശുശ്രൂഷകളെ സഭകളെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്ലസ് മീഡിയയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. വ്യാഴാഴ്ച ബൈബിൾ ക്ലാസ്സിനായി സ്തോത്രം ചെയ്യുന്ന VS തോമസ് പാസ്റ്റർ കുടുംബത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. സ്തുതി. ഞായറാഴ്ച കൂട്ടായ്മയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പ്രത്യേകമായി യാത്രയിൽ താവയായിരിക്കുന്ന കർത്തദാസൻ സലോഷ് പാസ്റ്ററും ബിനിമോൻ പാസ്റ്ററിനായി സ്തോത്രം. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താവശ്യമത്തോടെ യാത്രകൾ ചെയ്ത് ശുശ്രൂഷകൾ തികച്ച് മടങ്ങി വരുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഥാവിൻ്റെ സന്ധ്യാസമയം ജോയിൻ ചെയ്ത എല്ലാ കഥദാസ്മാർക്കും ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും നടത്തപ്പെടുന്ന എല്ലാ ആത്മീയ കൂട്ടങ്ങൾക്കായി സ്തോത്രം, പ്രവർത്തനങ്ങൾക്കായി സ്തുതിക്കുന്നു. അതാവ് ഭവനങ്ങളിലും ആലയങ്ങളിലും അതുപോലെ ഓൺലൈനിൽ നടത്തപ്പെടുന്ന എല്ലാ ചെറുതും വലുതുമായ കൂട്ടായ്മകളെ കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ, ഭൗതികമായ, സാമ്പത്തികമായ, ശാരീരികമായ ബ്ലസ് മീഡിയയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും പ്രാർത്ഥന സഹകാരികളെയും യേശുക്രിസ്തു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മാസം പൂർണ്ണമായി കർത്താവിന് വേണ്ടി അനുഗ്രഹത്തോടെ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് തന്നെ ഇന്ന് സന്ധ്യാസമയം ഞങ്ങളെ നയിക്കണമേ. ആത്മാവിൽ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, വചനങ്ങൾ ധ്യാനിപ്പാനൊക്കെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രവർത്തിക്കായി സ്തോത്രം. ഞങ്ങൾ ചെയ്യുന്ന സകലതും കൃതാർത്ഥരായി തീരുവാൻ ദൈവാത്മാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കൂട്ടായ്മ അങ്ങയുടെ നാമത്തിന് മഹത്വമായി തീരുവാൻ, ഞങ്ങൾ ആത്മീയ വർദ്ധനയ്ക്കും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ ഒരുക്കുവാൻ കാർമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്കൊരു പാട്ടിൻ്റെ തിരുകൾ പാടി കർത്താവിനെ സ്തോത്രം ചെയ്യാം. എഴുന്നള്ളുന്നേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തികളെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാം, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല
എന്നെ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനെല്ലാം എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനെല്ലാം എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനം എല്ലാം അകർന്നിടുമേ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം അകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുതും മശിഹ രാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുതും മശിഹ രാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ശാബര ബലജ സഖര ജയ ബലാര ബല വൈ ബല ബാജി ബല ബാരെ ബല ശൈ ബാരെ ബലജ ബല ശാഗ ബജാര ബനെ ബലജ വേരാ ശന ജബദേ ബനദേ ബലദേ ബനദാ ശബരെ ബല ഫല ബാഹേ ബരെ ബല ശേ ബലജ ബല ശേ ബലജ ബലജേ ബലജ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അതേ രാജാതിരാജാവായി കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ, നമ്മളെ വാഴുന്നത് കർത്താവ്. ഹല്ലേലൂയ. അവൻ സ്തോത്രം. ഞാനല്ല, കർത്താവ് തന്നെ നമ്മളെ പൂർണ്ണമായി വഴി നടത്തും, നമ്മളെ ഭരിക്കും. കർത്താവ് നമുക്ക് പൂർണ്ണമായ ഒരു ജയം നൽകുന്ന ദൈവമാകിയ സ്തോത്രം ചെയ്യുന്ന ആ കർത്താവ് കഴിഞ്ഞ ഒരാഴ്ച അത്ഭുതമായി നമ്മുടെ ഓരോ വിഷയങ്ങളുമേൽ, നമ്മുടെ ഓരോ സ്ഥിതികളിന്മേൽ കർത്താവ് മാറ്റവും അത് ജയം നൽകി നമ്മൾ നടത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ സന്ധ്യാസമയം വീണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പകൽ സമയങ്ങൾ നമ്മുടേതായ സഭായോഗങ്ങൾ പങ്കെടുക്കുവാൻ കർത്താവ് നമുക്ക് സാവകാശം കൃപയും നൽകി. എന്നാൽ ഈ ഒരു സന്ധ്യാസമയം കൂടി ദൈവസന്നിധി വീണ്ടും ഒരു മണിക്കൂർ ദൈവസന്നിധി ആയിരിക്കാൻ കർത്താവ് നമുക്ക് നൽകുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മ കർത്താവ് അനുഗ്രഹിക്കുവാൻ, ദൈവപ്രവൃത്തി അതേ വ്യക്തമായി അനുഭവിപ്പാൻ കർത്താവ് വരുന്ന ഒരാഴ്ച വീണ്ടും നമ്മളെ കൂടുതലായി സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. സ്തോത്രം. നമ്മുടെ ഇന്നത്തെ കൂട്ടായ്മ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗ്രൂപ്പിലായിരിക്കുന്ന പ്ലസ് മീഡിയയിലായിരിക്കുന്ന എല്ലാ ദേവദാസന്മാരെയും കുടുംബങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കാം. സഹോദരി സഹോദരന്മാരെ കുടുംബങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കാം. യൗവനക്കാരെ നമുക്ക് വഹിച്ച് പ്രാർത്ഥിക്കാം. അവരെ വിദ്യാഭ്യാസ കർത്താവ് അനുഗ്രഹിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതുപോലെ സഹോദരി സഹോദരന്മാരെ ജോലിയെ കർത്താവ് അനുഗ്രഹിക്കുവാൻ, മറ്റുള്ള ദൂരരാജ്യങ്ങളുള്ളവരെയും അവരെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ അയക്കുന്ന സ്ഥാനത്ത്
ഹല്ലേലൂയ, അവരുടേതായ പ്രയാസങ്ങൾ, അവരെ നെടുവീർപ്പ് എല്ലാം കർത്താവ് നന്നായി അറിയുന്നല്ലോ. ആ കർത്താവ് അവർക്ക് സ്വർഗീയമായ സ്വസ്ഥയും സമാധാനം നൽകുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ കർത്തദാസന്മാരെ ശുശ്രൂഷകളെയും അവരുടെ കുടുംബങ്ങളെ വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ ശുശ്രൂഷ അനുഗ്രഹിക്കുവാൻ, അവരുടെ സഭകളെ കർത്താവ് അനുഗ്രഹിക്കുവാൻ, ഹല്ലേലൂയ, അവർ ചെയ്യുന്ന അവരുടെ ശുശ്രൂഷകളെ നിയോഗത്താൽ, ആത്മനിയോഗത്താൽ ചെയ്തെടുപ്പാനും അത് ദൈവസഭകൾക്ക്, ആ ദേശങ്ങൾക്കെല്ലാം വലിയ അനുഗ്രഹമായി തീരുവാൻ നമ്മൾ ദൈവദാസന്മാരെ വെച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, അതിന് മുൻനിരയിൽ പ്രവർത്തിക്കുന്ന അതേ കർത്തദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് അവരെല്ലാം അതേ ശക്തിയോടെ ഉപയോഗിക്കുന്ന ദിവസങ്ങളായി തീരുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ദേശത്തെ, നമ്മുടെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. 14 ജില്ലകൾക്കായി പ്രാർത്ഥിക്കാം. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രബന്ധ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെ ഭരിക്കുന്ന അധികാരികൾക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നീതിന്യായത്തോടെ ഭരിക്കുന്നവരായി തീരുവാൻ, ഭയമുള്ളവരായി തീരുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മാത്രമല്ല നമ്മുടെ സഭാ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭാ ഇടയന്മാർ കുടുംബങ്ങളായി കർത്താവ് അവരെ അനുഗ്രഹിക്കുവാൻ, ദൈവിക ആലോചന പ്രകാരം, വചനപ്രകാരം മാത്രം സഭകളെ നയിപ്പാൻ കർത്താവ് കൃപ നൽകുവാൻ, അത് വചനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന, വഴുതി പോകുന്ന അനേക അനുഭവങ്ങൾ ഈ നാളുകൾ വർദ്ധിച്ചു വരികയാണ്. കള്ള പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ, ഇടയന്മാർ, കള്ള സഹോദരന്മാരൊക്കെ നുഴഞ്ഞു വരുന്ന അനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു. അതെല്ലാം നമുക്ക് മുൻപേയായി തന്നെ അത് കർത്താവ് താൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പൗലോസും അത് കർത്താവ് നമ്മൾ ഓർപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമെന്നാൽ നാം ജാഗരിച്ച് ഇരിക്കണം എന്നാണ് നമുക്ക് വചനം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള അവസ്ഥകൾ സഭകളിൽ നിന്ന് മാറ്റപ്പെടുവാൻ, പൂർണ്ണമായി മാറത്തില്ല, അതൊക്കെ സംഭവിക്കേണ്ടതാണ്. എങ്കിലും നമ്മളെ അതൊന്നും ഏശാതെ വിശ്വാസ ഗോളത്തിൽ നിന്ന് അനേകം പിന്മാറിപ്പോകുന്ന അനുഭവങ്ങൾ ഈ നാളുകൾ കണ്ടുവരികയാണ്. അതുകൊണ്ട് സ്തോത്രം, വലിയ കള്ളന്മാരെ അനുഭവങ്ങൾ കണ്ടും അനുഭവിച്ചും വലിയ ഉള്ള പരമാർത്ഥമായി കർത്താവിനെ സേവിക്കുന്ന ദേവദാസന്മാർ, ദൈവമക്കൾ ആരും ക്ഷീണിച്ചു പോകാൻ ഇടവരാതെ കർത്താവ് നമ്മളെല്ലാം നിലനിർത്തുവാൻ, അന്ത്യത്തോളം നിലനിർത്തുവാൻ, നമ്മുടെ ഈ ഓട്ടം സ്ഥിരമായി ഓടുവാൻ കർത്താവ് നമ്മളെ സഹായിപ്പാൻ സ്തോത്രം. വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ ഇന്നത്തെ ഈ കൂട്ടായ്മ വലിയ അനുഗ്രഹമായി തീരുവാൻ വീണ്ടും അല്പസമയം കൂടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിപ്പാനും കർത്താവ് നമ്മളെ ബലപ്പെടുത്തുവാൻ, അത് സ്തോത്രം ചിന്തിക്കുന്ന വചനങ്ങൾ ദൈവസന്നിധി അത് അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ, സൗഖ്യമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രാരംഭത്തിൽ ഗ്രേസി ആൻറ്റി നമ്മുടെ പ്രാർത്ഥനയെ സഹായിക്കും. പിന്നാലെ ജോണച്ചാനും പ്രാർത്ഥിക്കും. ഗ്രേസി ആൻറ്റിയും ജോണച്ചാനും നമ്മളെ പ്രാർത്ഥനയെ സഹായിക്കും. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, അനുഗ്രഹമേറിയ സന്ധ്യാസമയത്തുന്നു. കഴിഞ്ഞ കാലങ്ങള് കർത്താവെ, കഴിഞ്ഞ ദിനങ്ങളെല്ലാം ദയമായ കർത്താവെ, അവിടുത്തെ കൃപയ്ക്കുള്ളിൽ അടിയങ്ങളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തല്ലോ. എല്ലാതുமான പ്രയാസ ഭാരങ്ങളും ദിഗൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം അടിയങ്ങളെ വിടുവിച്ചു. സന്തോഷത്തോട്, സൗഖ്യത്തോട്, സമാധാനത്തോടെ കർത്താവെ അങ്ങയുടെ മുഖം അന്വേഷിപ്പാൻ ഉണ്ടാക്കണം. അടിയങ്ങളെ പിന്നെ സഹായിച്ച വലിയ ദയക്കായി സ്തോത്രം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സന്ധ്യായ സമയം കർത്താവെ, ഈ ബ്ലസ് മീഡിയ കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് കുടുംബങ്ങളാ വ്യക്തിപരം എല്ലാം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവരുടെ വിവിധ വിഷയങ്ങളുടെ മധ്യത്തില് കർത്താവെ, ഇവിടുത്തെ വലിയ സാന്നിധ്യം കൃപയും കൂടെ ഇരുന്ന് സഹായിക്കുക, ബലപ്പെടുത്തുക ചെയ്യുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ കർത്താവ് മാനിച്ചുകൊള്ളണമേ. സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ന്യൂസിൽ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി കൊടുത്ത് കർത്താവ് അവിടുന്ന് മാനിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ തിരുനാമ മഹത്വത്തിനായി തീരുവാൻ കർത്താവിനെ സഹായിക്കുക ചെയ്യുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ കൃപ ധാരാളമായി അനുഭവം ഉണ്ടാക്കണം. പ്രിയപ്പെട്ട എല്ലാം കർത്താവ് സഹായിക്കുക ചെയ്യുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ബ്ലസ് മീഡിയയുടെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹമായി തീരുവാൻ കർത്താവിനെ സഹായിക്കാൻ അനുഗ്രഹിക്കുക ചെയ്യുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഓരോ ആഴ്ചകളിലും കർത്താവ് ദൈവവചന സൂക്ഷിപ്പാൻ ഞങ്ങളുടെ ദാസന്മാരെ എല്ലാം കർത്താവ് കരങ്ങൾ ഉപയോഗിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അത് ഓരോ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി കേൾക്കപ്പെടുന്ന ഏവർക്കും വിടുതലായി തീരുവാൻ കൊണം. സ്വർഗ്ഗം അവിടെ സഹായിക്കുക ചെയ്യുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേരളത്തോട് മനസ്സിലണമേ. ഇന്ത്യ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ത്യ ദേശത്തിന്മേൽ ഒരു ദൈവത്തിന്റെ വലിയകരം പ്രവർത്തിച്ച് അത്ഭുതങ്ങളെ ചെയ്യുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിന്റെ നാമം മാത്രം ഉയർന്നിരുപ്പാൻ, യേശുവിന്റെ നാമം ജയമെടുപ്പാൻ ഡക്കണം. സ്വർഗ്ഗം അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യുമാറാകണം. നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനേക പ്രിയ
പ്രിയപ്പെട്ടവർ വിവിധ കഷ്ടങ്ങൾ പ്രയാസഭാരങ്ങൾ കൂടെ കടന്നു പോകുന്നല്ലോ കർത്താവേ. അവരോടെല്ലാം കർത്താവ് കൂടെ ഇരിക്കും, സഹായിക്കും, ബലപ്പെടുത്തി ചെയ്യുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഭാരങ്ങളുടെയും മധ്യത്തില് നിൽപ്പാൻ ആവശ്യമായ ദൈവകൃപ ഓരോരുത്തരുടെ മേൽ പകർന്ന കർത്താവ് നിലനിർത്തി കൊള്ളുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുവാനുള്ള കൃപ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടെ നൽകൊടുത്ത് കർത്താവ് നടത്തി സഹായിക്കുകയും ചെയ്യുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കർത്താവെ പ്രത്യാശ നാടിനെ നോക്കി പാർത്തുകൊണ്ട് ഓരോ ദിവസവും ജയകരമായ ഒരു ക്രിസ്ത്യ ജീവൻ നയിപ്പാൻ ഉണ്ടാക്കണം കർത്താവ്. ജനത്തെ എല്ലാം കർത്താവ് ഒരു സഹായിക്കുകയും ചെയ്യുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ബൽക്കാലം കർത്താവ് സന്ധ്യാസമയം മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന ദൈവാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവരെ സഹായിക്കണം, കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും പോരായ്മകളും എല്ലാം നികത്തി തക്ക സമയങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തിയും കരുതലും എല്ലാം നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അയച്ച് ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതുപോലെ കർത്താവേ പ്രവർത്തിക്കുന്ന നിവാസം കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിയവരെയും കുടുംബമായി സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി കാല ദൈവജനം സൂക്ഷിക്കേണ്ട ദാസനെ കർത്താവ് ബലപ്പെടുത്തണമേ, സഹായിക്കുമാറാകണം. ഏറെ ദൈവകൃപയോടെ കർത്താവേ ആത്മനിറവോടെ ദൈവത്തിന്റെ വചനം സൂക്ഷിപ്പാൻ കർത്താവിന്റെ സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്നങ്ങോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കേൾക്കപ്പെടുന്ന ഏവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ ഉണ്ടാക്കണം ദൈവത്തിന് സഹായിക്കുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഒരു വലിയ ദൈവ പ്രവൃത്തി കാണുവാൻ ഉണ്ടാക്കണം കർത്താവ് സഹായിക്കണമേ. കർത്താവെ ഞങ്ങൾ അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. വിഷയങ്ങളുടെ മധ്യെല്ലാം കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമാറാകണം, വലിയ വിടുതൽ കാണുവാൻ ഉണ്ടാക്കണം ദൈവോട് സഹായിക്കുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. പിന്നെയും കടന്നുവരയുടെ പ്രിയപ്പെട്ട എല്ലാത്രമേയും കടന്നു വരുവാൻ കർത്താവ് സന്തോഷത്തോടെ കർത്താവെ ഈ മീറ്റിംഗിലായിരിക്കാൻ ഉണ്ടാക്കണം. എല്ലാ പ്രിയപ്പെട്ടയും കർത്താവർക്ക് സഹായിക്കുകയും ചെയ്യുമാറാകണം. ദൈവത്തിന്റെ വചനാടിയങ്ങളോട് ഹൃദ്യമായിട്ട് പെണ്ണമേ നിങ്ങളുടെ പ്രാർത്ഥിക്കും. ദൈവാലോചനയ്ക്കായി സ്തോത്രകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. പിന്നെ ഞങ്ങളുടെ ദാസം പറയപ്പെട്ട എല്ലാ വിഷയങ്ങളും ഒരുപാട് സ്വരത്തിരക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ആ വിഷയങ്ങളുടെ മേലെല്ലാം കർത്താവെ അവിടുത്തെ മഞ്ഞും മഴയും അയച്ച് ജനത്തെയും വിഷയങ്ങളുടെ മേലെല്ലാം അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥനകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പച്ച സകലവും ഞങ്ങൾക്ക് ആ ജീവന്റെ യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. സർവ്വലോകത്തിന്റെ ദൈവനാ ഞങ്ങളുടെ നല്ല കർത്താവേ, പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയം കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപണമായി സ്തോത്രം ചെയ്തു. ഞങ്ങളായിരിക്കുന്ന എല്ലാ മേഖലകളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ പ്ലസ് മീഡിയ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അതിന് നേതൃത്വം നൽകുന്ന കുടുംബത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ. ജോൺ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ എന്റെ ദൈവവചനം പ്രസംഗിക്കുന്ന ദേവസ്വ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. ദൈവത്തിന് ഞങ്ങളോട് സംസാരിക്കാനുള്ളത് കർത്താവെ ദേവദാസിലൂടെ ഞങ്ങൾ തീർക്കുവാനിടയാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ മീറ്റിംഗ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു അനുഗ്രഹമായി തീരുവാനിടയാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഭാവി മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാ മേഖലകളും കർത്താവ് അനുഗ്രഹിച്ചു നൽകണമേ കർത്താവെ. ഓരോ വ്യക്തികളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകമായി കർത്താവെ ഇന്ന് മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദേവദാസിനെയും കുടുംബത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ പോകൽ വരവിൽ കാത്ത് പരിപാലിക്കണം. അവർ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ കർത്താവ് നിയന്ത്രിക്കണം. അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം. തലമുറകളെ അനുഗ്രഹിക്കണം. അവർ ഭൗതികമായും ശാരീരികമായ ആത്മീയമായും കർത്താവ് മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ മീറ്റിംഗിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും കർത്താവിന്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ യാത്രയിൽ അനുഗ്രഹിക്കണമേ. പോകൽ വരവിലൊക്കെ കാത്ത് പരിപാലിക്കണമേ. അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവ്. തലമുറകളെ അനുഗ്രഹിക്കണമേ കർത്താവ്. അവരുടെ ജോലി മേഖലകൾ അനുഗ്രഹിക്കണം. അവരുടെ ശുശ്രൂഷ മേഖലകൾ അനുഗ്രഹിക്കുന്നതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഭൗതികമായ എല്ലാവരും അനുഗ്രഹിക്കണം. മാനസിക കർത്താവെ, ശാരീരികമായി അനുഗ്രഹിക്കണം കർത്താവ്. ബലപ്പെടുത്തുന്നതായി സ്തോത്രം കർത്താവെ. ഹാലലോ രോഗി സൗഖ്യം നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എല്ലാ വഴികളും കർത്താവ് അറിഞ്ഞ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം കർത്താവെ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ നല്ലൊരു ആരാധന കൂടി രണ്ടാമതും കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരികയാണ്. ഇങ്ങയുടെ കൂട്ടായ്മ കർത്താവ് ഞങ്ങൾ തന്നതിനായി സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. അനേക ഗ്രൂപ്പിലേക്ക് കടന്നു വരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. നന്ദി സ്തോത്രം സ്തോത്രം സ്തോത്രം. രക്തത്താൽ ജയമെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.
ആമേൻ ആമേൻ. കർത്താവ് നമ്മളെ ബ്ലെസ്സിൻ്റെയും കുടുംബമായും അതുപോലെ ജോണിച്ചാനും കുടുംബമായ കർത്താവ് അനുഗ്രഹിക്കും സഹായിക്കുകയും ചെയ്യട്ടെ. നമുക്ക് ഒന്നുകൊണ്ട് വിഷയം കൂടി പ്രാർത്ഥിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. സാധാരണ സമയം വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ സമയം എടുക്കുന്നുണ്ടെങ്കിലും പാസ്റ്ററുടെ സന്തോഷ് പാസ്റ്റർ സൂചിപ്പിച്ചായിരുന്നു പ്രാർത്ഥിക്കാൻ കുറച്ച് അല്പസമയം കൂടി എടുക്കുവാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. ശേഷമുള്ള സമയം അല്പം വചനം കൂടി ധ്യാനിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ആൻസി പ്രാർത്ഥിക്കേണ്ട വിഷയം വിധവമാരായ വിശ്വാസ ഗോളത്തിൽ പെന്തക്കോസ്ത് ഗോളത്തിലുള്ള കേരളത്തിലോ നമ്മുടെ അറിവിലോ ഇല്ലാത്തവരായിരിക്കുന്ന പെന്തക്കോസ്ത് ഗോളത്തിലുള്ള വിധവമാരായ കർത്തദാസന്മാരെ കുടുംബങ്ങളെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ വിശ്വാസി കുടുംബങ്ങളിലുള്ള വിധവമാരായ അങ്ങനെയുള്ള സഹോദരിമാരെ അവരുടെ മക്കളെ വഹിച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. മറിച്ച് പാസ്റ്റർമാരെ നഷ്ടപ്പെട്ടവരായി വിശ്വാസികളായ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവരായി ഭർത്താക്കന്മാരല്ല ഭാര്യമാരെ നഷ്ടപ്പെട്ട പാസ്റ്റർമാരെയും മക്കളെയും വഹിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ഭാര്യമാരെ നഷ്ടപ്പെട്ട സഹോദരന്മാരെയും ആ മക്കളെയും അങ്ങനെ കുടുംബങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കാം. രണ്ടാം വിവാഹത്തിന് വേണ്ടി ഒരുങ്ങാതെ ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന ദേവദാസന്മാർ സഹോദരന്മാരുണ്ട്. അങ്ങനെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. രണ്ടാം വിവാഹം കഴിച്ചവരുണ്ട്. രണ്ടാം വിവാഹം കഴിക്കാത്തവരെ ഓർത്ത് പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷകൾക്ക് ഭംഗമൊന്നും വരാതെ കർത്താവ് അവരെ സഹായിക്കാൻ അനുഗ്രഹിക്കുവാനും അതിൽ തന്നെ സ്തോത്രം മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരായ പൂർണ്ണമായ അനാഥത്വം അനുഭവിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. പാസ്റ്റർമാരും മക്കളും തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. പാസ്റ്റർമാർ പപ്പയും മമ്മിയും രണ്ടുപേരും നഷ്ടപ്പെട്ടവരായി ഉള്ള കുഞ്ഞുങ്ങളുണ്ട്. അവരെ വഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, അവരുടെ ഭാവിയെല്ലാം അനുഗ്രഹിക്കുവാൻ ഒരിക്കലും അവർ അനാഥത്വം അനുഭവിക്കാതെ സ്തോത്രം അതിന് പ്രയാസങ്ങളുണ്ടാവും ജീവിതകാലം എങ്കിലും കർത്താവിൻ്റെ സമാധാനത്താൽ കർത്താവ് കുഞ്ഞുങ്ങൾ നിറയ്ക്കുവാൻ അത് ഒരിക്കലും ക്ഷീണിച്ചു പോകാൻ മടുപ്പ് ഒരിക്കൽ വിശ്വാസ ജീവിതം മടുപ്പ് വരാതെ ഹല്ലേലൂയ അവരെ പപ്പയും അമ്മയും അവരെ അച്ഛനും അമ്മയും അവരെ കാണിച്ച മാതൃക ആ വിശ്വാസ ജീവിതത്തിന് അന്ത്യത്തോളം നിലനിൽക്കുവാനും അത് ദൈവമെങ്കിൽ അവരും വേലക്കാരായി തീരുവാൻ നമുക്ക് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വെച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഒത്തിരി അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവരായി ഭാര്യമാരെ നഷ്ടപ്പെട്ടവരായി ഉള്ള അനേക കുടുംബങ്ങളുണ്ട്. അതുപോലെ മാതാപിതാക്കൾ രണ്ടും നഷ്ടപ്പെട്ടവരായ കുഞ്ഞുങ്ങളുണ്ട്. അവരെ വെച്ച് പ്രാർത്ഥിക്കാം. അതിൽ തന്നെ മക്കളെ നഷ്ടപ്പെട്ടവരായി ഏക മകനോ ഏക മകളോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ രണ്ട് മക്കളും നഷ്ടപ്പെട്ടവരായി രോഗനിമിത്തം രണ്ട് മക്കളും നഷ്ടപ്പെട്ടവരായി ഉള്ള അനേകം മാതാപിതാക്കൾ നമ്മുടെ ഈ പെന്തക്കോസ്ത് ലോകത്തിലുണ്ട്. അവരെ വഹിച്ചും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെല്ലാം അത് വഹിക്കുവാൻ കഴിവുള്ളവനാണല്ലോ. സമാധാനം നൽകുവാൻ കർത്താവിന് ശക്തിയുണ്ട്. കർത്താവ് അവരെല്ലാം അത്ഭുതമായി നടത്തുവാൻ ആരെ മുമ്പാകെ അവരെ ഹല്ലേലൂയ കൈനീട്ടുവാൻ ഇടവരാതെ അവർക്ക് വേണ്ടി അത് ജീവിതങ്ങൾ ഒരുക്കുവാൻ വഴികളെ കർത്താവ് തുറക്കുവാൻ അങ്ങനെയുള്ള അവസ്ഥയിലുള്ളവരെ ഓർത്തും നമുക്ക് സ്തോത്രം ചെയ്യാൻ പ്രാർത്ഥിക്കാം. അനുസരിച്ച് പ്രാർത്ഥനയെ സഹായിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനാണ് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ആരാധനയ്ക്ക് ശേഷമായ കർത്താവെ, ഞങ്ങൾ പിന്നെ ഒരു സഭായകമായി കൂടി വരുന്ന കർത്താവെ, ആമേൻ ദൈവമാകുന്ന നല്ല സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പറയപ്പെട്ട വിഷയങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ ആമേൻ കർത്താവെ, ഹല്ലേലൂയ വിധവമാരായ ദൈവദാസിമാരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ, തലമുറകളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ അവരുടെ തുണ ആമയില്ലാതെയായെങ്കിലും കർത്താവ് നല്ലൊരു തുണയായി പ്രിയ മക്കൾക്ക് കൂടെ ഇരിക്കുമാറാകണം. അനേക ദൈവദാസിമാർ കർത്താവെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട് കർത്താവെ ലോകത്തിലായിരിക്കുമ്പോ മറ്റുള്ളവർക്കൊരു ആശ്വാസമായി മറ്റുള്ളവരിൽ നിന്ന് ആശ്വാസം ലഭിക്കാതെ വണ്ണം ഭാരതലും പ്രയാസത്തിലും ഒക്കെ ആയിരിക്കുമ്പോ കർത്താവ് അവരെ ആശ്വസിപ്പിക്കുമാറാകണം. വാക്കുകൾക്ക് അതീതമായ പ്രവൃത്തികൾക്ക് അതീതമായി ദൈവമേ സർവ്വത്ര സകല ആശ്വാസവും നൽകിയ ദേവാസിമാരെ ദൈവം ആശ്വസിപ്പിക്കണമേ. കർത്താവ് അവരെ മുൻപോട്ട് ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ പ്രത്യാശയും ആരോഗ്യവും ആമേൻ കർത്താവെ നന്മകളും മക്കൾക്ക് നൽകുമാറാകണം. അതുപോലെ തന്നെ കർത്താവെ ഭാര്യമാരെ നഷ്ടപ്പെട്ട ദേവദാസന്മാരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ സ്തോത്രം. കർത്താവരൊക്കെയും കർത്താവ് കരുതുമാറാകണം. യാതൊരു പ്രയാസമോ ബുദ്ധിമുട്ടുകളോ അവർക്കുണ്ടാകാതെ വേണം ദൈവം സൂക്ഷിക്കുമാറാകണമേ. കർത്താവ് ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകില്ല. കർത്താവ് ഞങ്ങൾക്ക് നല്ലൊരു തുണയായി കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അവൻ തലമുറകളെ നഷ്ടപ്പെട്ടായിരിക്കുന്ന മാതാപിതാക്കളെ ഞങ്ങൾ ഓർക്കുന്നു. ആമേൻ കർത്താവേ, സ്തോത്രനാഥ അവരോട് ദൈവമേ കർത്താവിന്റെ കരുണ കൂടെ ഇരിക്കുമാറാകണം, ആശ്വസിപ്പിക്കുമാറാകണം. ലോകം തരുന്ന ആശ്വാസത്തെക്കാൾ കർത്താവ് ആമേൻ പ്രിയ മക്കളെ ആശ്വസിപ്പിക്കുമാറാകണം. അതുപോലെ തന്നെ കർത്താവ് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. അനേക ആമേൻ കർത്താവ് വിശ്വാസ കോളത്തിൽ അനേക കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് കർത്താവെ വല്ലാതെ പ്രയാസത്തിലും
ബുദ്ധിമുട്ടിലൊക്കെ ആയിരിക്കുമ്പോഴും നാഥ ആമേൻ കർത്താവെ നമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ പ്രിയ മക്കളെ കർത്താവ് ആശ്വസിപ്പിക്കണമേ, കരുതുമാറാകണമേ, ദിവ്യാസമൊക്കെ മേഖലകളെ അനുഗ്രഹിക്കണമേ കർത്താവെ. സ്തോത്രനാഥ മാതാപിതാക്കളുടേതായ വിശ്വാസം പ്രിയ മക്കളിലേക്ക് പകരുവാനും അവരെ അറിഞ്ഞ സത്യത്തിൽ അന്ത്യത്തോളം വിശ്വസ്തയോടെ നിൽപ്പാനും മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാനൊക്കെയും മക്കളെയും ദൈവം കരുതുമാറാകണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഭക്ഷണത്തെ നിറഞ്ഞ ഈ ലോകത്തില് കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ ആരെയും കർത്താവ് അനാഥരായി വിടല്ലേ. അപ്പൊ ആ സ്തോത്ര കർത്താവിന്റെ കരുതലും കാവലും പരിപാലനവും പ്രേമക്കളോടൊക്കെ കൂടെ ഇരിക്കുമാറാകണം. വിഷ്ണുവിടെ മേല് കർത്താവിന്റെ കരം വെളിപ്പെടുമാറാകണമേ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിനുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ ആമേൻ. കർത്താവ് സ്വതന്ത്രദാസിയെയും കുടുംബമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. മെഫി ആൻറ്റി പ്രാർത്ഥിക്കണേ. നമ്മൾ വാർത്തകളായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ വഹിച്ച് പ്രാർത്ഥിക്കാം. സോ നമ്മുടെ മാത്രമല്ല വിശ്വാസഗോളത്തിലുള്ള സകല വാർത്തകളായിരിക്കുന്ന മാതാപിതാക്കളെ വഹിച്ച് പ്രാർത്ഥിക്കാം. ഏകരായ പലരും അവർ വാർദ്ധക്യ കാലത്ത് ഒറ്റയ്ക്കായിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഒന്നെങ്കിൽ അപ്പൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ മാതാവ് ഒറ്റയ്ക്കായിരിക്കുന്ന അനുഭവങ്ങൾ, രണ്ടുപേരും മാത്രമുള്ള അനുഭവങ്ങൾ. മക്കൾ അനുഗ്രഹിക്കപ്പെട്ട പല രാജ്യങ്ങളും പല ദേശങ്ങളിലൊക്കെ അവരായിരിക്കുന്നു. എന്നാൽ ഇവർ ഒറ്റപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ, അവരെ സഹായിപ്പാൻ പലയിടത്തും സഹായിപ്പാൻ ആളില്ലാത്ത അനുഭവങ്ങളുണ്ട്. സഹായിപ്പാൻ ആളുള്ളിടത്ത് തന്നെ സ്വന്തം പലപ്പോഴും അവർക്ക് പലതുമായ ഹൃദയത്തിലെ ആശങ്ക, മക്കളടുത്തില്ല, കൊച്ചുമക്കൾ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള പ്രയാസം അവർക്കുണ്ട്. സ്വന്തം അതുകൊണ്ട് കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുവാൻ, അത് നിമിത്തം അവരുടെ വിശ്വാസം, പലരും വിശ്വാസം പോയ അനുഭവങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവരാരും വിശ്വാസം പിന്മാറിപ്പോകാതെ ഉറച്ചു നിൽപ്പാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അത് ഹല്ലേലൂയ പ്രാർത്ഥനാ ജീവിതത്തിന് മുടക്കം വരാതെ ഹല്ലേലൂയ ഉള്ള ആരോഗ്യത്തിൽ ആലയങ്ങൾ കടന്നു ചെന്ന്, കൂട്ടായ്മയിൽ കടന്നു ചെന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താനൊക്കെ കർത്താവ് അങ്ങനെയുള്ളവരെ സഹായിപ്പാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മാത്രമല്ല വിവാഹം കഴിക്കാതെ ചെറുപ്പത്തിൽ യൗവനത്തിൽ വിവാഹം കഴിക്കാതെ സഹോദരന്മാർ കർത്താവിന് വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച അനേകർ അവരിപ്പോൾ വാർദ്ധക്യത്തിലായിരിക്കുന്നു. അതിലൊന്ന് നമ്മൾ IPC-ലൊക്കെ പറയുന്ന ഒരു ഇടമുണ്ട്, സങ്കേതത്തിലായിരിക്കുന്ന അമ്മമാരെ. അവരിപ്പോൾ വാർദ്ധക്യമായി അവർ ചെറുപ്പത്തിൽ കർത്താവിൻ്റെ അതായത് സന്നിധി ദർശനം പ്രാപിച്ച് വേലയ്ക്ക് വേണ്ടി ഇറങ്ങി വിവാഹം കഴിച്ചില്ല. ഹല്ലേലൂയ കർത്താവിന് വേണ്ടി അവർ ആവോളം ഓടി വരാം. പക്ഷേ ഇപ്പോൾ വാർദ്ധക്യത്തിൽ അവർ ആയിരിക്കുമ്പോൾ പലപ്പോഴും അത് വേണ്ടുവാനുള്ള ഒരു സംരക്ഷണം, വേണ്ടുവേണ്ട ഒരു കരുതലില്ലാത്ത അനുഭവത്തിൽ എങ്കിലും അവർ സന്തുഷ്ടരാണ്. അവർ വേല ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ ബലപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സഹോദരന്മാർ, അനേക പിതാക്കന്മാർ വിവാഹം കഴിക്കാതെയും അല്ലെങ്കിൽ ചെറുപ്പത്തിലും ഭാര്യമാർ നഷ്ടപ്പെട്ടിട്ട് വീണ്ടും ഒരു വിവാഹം കഴിക്കാതെയും മക്കളില്ലാതെയും ആയിരിക്കുന്ന അനുഭവത്തിൽ പല പിതാക്കന്മാരുണ്ട്. അവരെല്ലാം ബലപ്പെടുത്തുവാൻ, ധൈര്യപ്പെടുത്തുവാൻ നമുക്ക് അവരെ വഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ സഹായിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് വന്ന അനേക മാതാപിതാക്കളുണ്ട്, യൗവനക്കാരായ കുഞ്ഞുങ്ങളുണ്ട്. അവരെ വഹിച്ച് പ്രാർത്ഥിക്കാം. 15-ാം വയസ്സിലൊക്കെ ക്യാമ്പിനൊക്കെ പോയി രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ അനേകരുണ്ട്, സ്നാനപ്പെട്ട കുഞ്ഞുങ്ങൾ അനേകരുണ്ട്. പക്ഷേ അവർക്ക് വീണ്ടും ഒരു സഭയിൽ പോകാൻ പറ്റാത്ത അനുഭവം അവർക്കുണ്ട്. സത്യമാണെന്നെല്ലാം അറിയാം. അവർ ആത്മശക്തി പ്രാപിച്ചൊരു അന്യഭാഷയിൽ ആരാധിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. സ്വത്രം ക്യാമ്പിൽ പങ്കെടുത്ത നിമിത്തമായിട്ടും മറ്റുള്ള പല സാഹചര്യ നിമിത്തം. എന്നാൽ അവർക്ക് മുൻപോട്ട് അത് വിശ്വാസ ജീവിതം കൊണ്ടുപോകാൻ പറ്റാത്ത അനുഭവങ്ങൾ. കാരണം അവർ ഒറ്റയ്ക്കാണല്ലോ വിശ്വാസം വന്നത്, ഇറങ്ങി തിരിച്ചത്. അപ്പോൾ മാതാപിതാക്കൾ ഈ സത്യം അറിയാത്തത് കൊണ്ടും അവർക്ക് സഭാ കൂട്ടായ്മ ലഭിക്കാത്തതുകൊണ്ടും പലപ്പോഴും ഓൺലൈൻ വഴിയായി ഒക്കെയുള്ള സഹായങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയും യൗവനക്കാരെ ഓർത്ത് പ്രത്യേകമായ പ്രാർത്ഥന. അവരാരും പിന്മാറിപ്പോവാൻ, ക്ഷീണിച്ചു പോകാൻ ഇടവരാതെ അവർക്ക് കർത്താവ് ഒരു വഴി തുറക്കുവാൻ, അത് ആരാധനയ്ക്ക് പോകാൻ, കൂട്ടായ്മയ്ക്ക് അതേപോലെ പോകാനുള്ള വഴികൾ, അത് TV വഴി ആയിക്കോട്ടെ, ഓൺലൈൻ വഴി ആയിക്കോട്ടെ, അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു സഭയിൽ ആയിക്കോട്ടെ, എങ്ങനെ തന്നെ ആയാലും കർത്താവ് ഈ ദിവസങ്ങൾ അവർക്ക് വേണ്ടി അങ്ങനെയുള്ളവരെല്ലാം കർത്താവ് ബലപ്പെടുത്തുവാൻ, അവർക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയും വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ പറയപ്പെട്ട വിഷയങ്ങൾ, സങ്കേത നഗരങ്ങളുള്ള വിശ്വാസത്തിൽ അതേ സ്വന്തം വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്കായിരിക്കുന്ന സഹോദരിമാരെ വഹിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസ ജീവിതത്തിൽ വന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒറ്റയ്ക്ക് കഷ്ടം അനുഭവിക്കുന്ന, വിശ്വാസം കഷ്ടം അനുഭവിക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളെ വഹിച്ച് നമുക്ക് ദൈവസ്ഥലിൽ നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ മെഫിയാൻറ്റി നമ്മളെ പ്രാർത്ഥനയെ സഹായിക്കും. സ്തോത്രം കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, നല്ല സ്വർഗീയ പിതാവേ, നല്ലതും വിലപ്പെട്ടതുമായ നല്ല ഈ വൈകിയ സമയത്തിനായി കർത്താവ് നന്ദി പറയുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകാല ഹരിദാസൻ പറയപ്പെട്ട കർത്താവ് വിഷയങ്ങളെ ദൈവത്തിന്റെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേക ദൈവമേ, വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. വാർദ്ധക്യ സജ്ജമായ ക്ഷീണങ്ങളും പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പല
പ്രിയ മാതാപിതാക്കളും കർത്താവെ ഭവനത്തിലൊക്കെ ഏകരായിരിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ കീഴിൽ അവരെ മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പല പ്രിയപ്പെട്ടവരും കർത്താവ് മക്കളൊക്കെ വിദേശത്തായിട്ട് കർത്താവെ ഒറ്റയ്ക്ക് കർത്താവെ ഭവനത്തിൽ കഴിയുന്നവരുണ്ട്. കർത്താവെ അവരുടെ എല്ലാം കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം ഞാൻ ഞങ്ങളെ ചുമക്കാമെന്ന് അരുളി ചെയ്ത ഒരു നല്ല കർത്താവ് ഞങ്ങളോട് കൂടെയുള്ളതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. നിന്റെ മക്കൾക്ക് ആവശ്യമായ എല്ലാ നന്മകളാലും കർത്താവ് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങൾ രോഗങ്ങളിൽ നിന്നെല്ലാം ദൈവം വിടിവിക്കുമാറാകണമേ. അവർക്ക് കർത്താവ് ആശ്വാസത്തിന്റെ കരമായി എന്റെ കർത്താവ് കൂടിയിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ദൈവത്തിന്റെ അത്ഭുതകരം കൂടി നിന്ന് സഹായിക്കുമാറാകണം. പ്രത്യേക കർത്താവെ ഞങ്ങളുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രിയ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്ര രാജംബാസ്റ്റർക്കായി ഗ്രേസി ആന്റിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ മക്കളൊക്കെ കർത്താവെ വേലയിൽ പലവിധ സ്ഥാനങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ ഏറെ വർഷങ്ങളായി ദീർഘവർഷങ്ങൾ കർത്താവിന് വേണ്ടി അഹാരാത്രം അധ്വാനിച്ച പ്രിയ മാതാപിതാക്കളാണ്. കർത്താവെ നിന്റെ മക്കളെ ദൈവം സൂക്ഷിക്കണം പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലൊക്കെയും ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വലിയേറിയ സാന്നിധ്യം കാവലൊക്കെ പ്രിയ കർത്താവെ ദാസനോടും ദാസിയോടും കൂടിയിരിക്കുമാറാകണം. വാർദ്ധക്യ സഹജമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് കർത്താവ് വിടിവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നിന്റെ മക്കളുടെയൊക്കെ സാന്നിധ്യം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന്റെ യൗവനക്കാരായി ഞങ്ങൾക്കൊക്കെ വലിയ അനുഗ്രഹമായി ആശ്വാസമായി മാറിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മഹാസ്നേഹത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രത്യേക കർത്താവെ സംഗീതത്തിലും ഒക്കെ ആയിരിക്കുന്ന അതുപോലെയുള്ള യൗവനകാലത്തെ വിശ്വാസത്തിന് വേണ്ടി ആലിൽ ഇറങ്ങി തിരിച്ച് കർത്താവ് ഇപ്പോൾ വാർദ്ധക്യത്തിലായിരിക്കുന്ന വിവാഹം കൂടാതെ പാർക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പലപ്പോഴും കർത്താവ് സഹായത്തിന് ആലിലെ മക്കളോ സ്തോത്രം മരുമക്കളോ അങ്ങനെയുള്ള ബന്ധുക്കൾ ആരുമില്ലാതിരിക്കുമ്പോൾ കർത്താവിന്റെ ഒരു സാന്നിധ്യം നിന്റെ മക്കളോട് കൂടി ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം അവരെ ദൈവം കൈവിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വളരെ നാളുകൾ ശക്തമായ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുത്ത നിന്റെ മക്കളാണല്ലപ്പാ. അവർക്ക് വേണ്ടി ദൈവം വാർദ്ധക്യ സമയത്തും ആലയിൽ താങ്ങായി കർത്താവെ സ്തോത്രം കൂടിയിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം 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 ഹല്ലേലൂയ ദൈവത്തിന്റെ ഒരു കൃപയും സാന്നിധ്യമൊക്കെ നിന്റെ മക്കളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ദൈവം സഹായിക്കുമാറാകണം. പല സ്ഥലങ്ങളിലും വളരെ പ്രയാസത്തോടെയൊക്കെയാണ് അവർ കഴിയുന്നത്. എന്നാൽ അവരുടെ എല്ലാ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ എന്റെ കർത്താവിന്റെ അത്ഭുതകരം കൂടി ഇന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ദൈവമേ സ്തോത്ര ഏകരായ ഭവനത്ത വിശ്വാസത്തിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരായവരുണ്ട് കർത്താവെ അതിൽ പ്രത്യേക കുഞ്ഞു പ്രായങ്ങളിൽ കർത്താവെ യേശുവിനെ സ്വീകരിച്ചവരുണ്ട് കർത്താവെ. ഭവനങ്ങളിലൊക്കെ കർത്താവ് അറിയാതെ ഹല്ലേലൂയ സ്തോത്രം സ്നാനം സ്വീകരിച്ചൊക്കെ കർത്താവ് ഭവനത്തിൽ അറിഞ്ഞാൽ വളരെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ സ്തോത്രം സ്തോത്രം കർത്താവെ ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി സഹിക്കുന്നതൊക്കെ എന്റെ കർത്താവ് മറന്നു കളയുന്ന ദൈവമല്ലല്ലോ. സ്തോത്രം കർത്താവെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞ കർത്താവ് സ്വർഗത്തിൽ അവർക്ക് വേണ്ടി ഒരു വലിയ പ്രതിഫലം കാത്തിരിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ കർത്താവ് വിശ്വാസത്തെ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ ദൈവം സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യത്തോളം കർത്താവ് വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് കർത്താവേ ദൈവത്തിന്റെ ഹല്ലേലൂയ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ആ കർത്താവിന്റെ വരവിന്റെ കർത്താവ് എടുക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ പ്രത്യേക ഞങ്ങൾ കർത്താവേ സ്തോത്രം മാതാപിതാക്കളെ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ പല ക്ഷീണങ്ങളും ഭാരങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും മക്കളുടെയും കൊച്ചുമക്കളുടെയൊക്കെ സാന്നിധ്യം അവർ അറിയാതെ ഹൃദയത്തിൽ കൊതിക്കുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ സ്തോത്രം കർത്താവ് മക്കളായ ഞങ്ങൾക്കും പലപ്പോഴും ഞങ്ങളുടെ മാതാപിതാക്കളുടെ വേദനയിലും പ്രയാസത്തിലൊന്നും കർത്താവെ കടന്നു ചെല്ലുവാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ ഞങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടപ്പാ. ഹല്ലേലൂയ സ്തോത്രം ദൈവമെങ്കിലും ഞങ്ങളുടെ എല്ലാം മാതാപിതാക്കളെ ദൈവം സൂക്ഷിച്ചു കൊള്ളുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കർത്താവ് ആരുടെ ഹൃദയങ്ങൾ വേദനിക്കുവാൻ പ്രയാസപ്പെടുവാൻ നിരാശപ്പെടുവാൻ ദൈവം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം ഒരു വാർദ്ധക്യ കാലത്തൊക്കെയും കർത്താവ് സന്തോഷകരമായ ജീവിതം നയിപ്പാൻ എന്റെ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കർത്താവെ മക്കളെയൊക്കെ കർത്താവെ വളരെ കഷ്ടപ്പെട്ട് നോക്കി വളർത്തി കർത്താവ് വലുതാക്കി അവരെല്ലാം നല്ല സ്ഥാനത്ത് എത്തിച്ചു കർത്താവ്. എങ്കിലും ഹല്ലേലൂയ സ്തോത്ര വാർദ്ധക്യ കാലമാകുമ്പോൾ ഞങ്ങൾക്ക് ആരുമില്ലല്ലോ എന്നുള്ള സ്തോത്രം തോന്നലുകളാലൊക്കെ വളരെ വിഷാദത്തിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന മാതാപിതാക്കളുണ്ട്. അവരെല്ലാം യേശുവേ അവരുടെ പൊന്നു കരുത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷാദ
കൊച്ചുമക്കളെക്കാൾ ഉപരിയായി സ്നേഹിക്കുന്ന നല്ലൊരു കർത്താവ് നിന്റെ മക്കൾക്ക് തുണയായി ഉള്ളതിനാൽ ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ആരേലും ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ആരേലും സംഗീതക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ആരേലും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് എന്റെ കർത്താവ് നമ്മളോട് കൂടെയുണ്ടെങ്കിൽ ആരേലിയ പർവ്വതങ്ങൾ മാറിപ്പോയാലും, ആരേലിയ സ്തോത്രം കർത്താവ് അത് കുലുങ്ങി സമുദ്രം മധ്യ വീണാലും, അതിന്റെ അകത്ത വെള്ളം ഇരച്ചു കലങ്ങിയാലും ആരേലിയ ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾക്ക് തുണയായ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഉള്ളതിനാൽ ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരേലിയ സ്തോത്രം രാത്രിയിൽ ആ ദൈവ സാന്നിധ്യം കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളെയും താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്ന എല്ലാ മേഘമന്നെ യേശുക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളായി സ്തോത്രം ചെയ്യുന്ന കർത്തദാസിയും കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ജോയിൻ ചെയ്ത എല്ലാ ദേവദാസന്മാർക്കും കുടുംബങ്ങൾക്കും ദൈവമക്കളും കുടുംബങ്ങൾക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവത്തിലുള്ള ദിവസങ്ങൾ നമ്മളെല്ലാം ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ശാരീരികമായും കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ വേണ്ടതെല്ലാം നൽകി നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ വഴി നടത്തുന്ന കർത്താവിൻ്റെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന സ്തോത്രം. ഈ മരുഭൂമിയിൽ ഈ അവസ്ഥകളിൽ ചൂടേറിയ കാറ്റുകൾ അടിക്കുന്ന അനുഭവങ്ങളുണ്ട്. അവിടെ എല്ലാം സ്തോത്രം അത് പൊടിക്കാറ്റ് അടിക്കേണ്ട അനുഭവമുണ്ട്. എന്നാൽ അതെല്ലാം സ്തോത്രം അങ്ങനെ ആ കാറ്റുകൾ അടിക്കുമ്പോൾ ചൂടുകാറ്റ് അടിക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങൾക്ക് അത് ഭാരമാണ്. അതിൽ മാത്രമല്ല പൊടിക്കാറ്റ് അടിക്കുമ്പോൾ അത് ശരീരത്തിന് മാത്രമല്ല കാഴ്ചയ്ക്ക് മങ്ങൽ ഏൽപ്പിക്കുന്ന അനുഭവങ്ങൾ അത് യാഥാർത്ഥ്യം. സ്തോത്രം മരുഭൂമിയിൽ അങ്ങനെയാണ്. എന്നാൽ അതിന് മധ്യത്തിൽ തൻ്റെ ജനത്തെ അത് പ്രൈസ് ലോർഡ് ഒരു ധൈര്യം ഒരു ബലം നമുക്കുള്ളത് 30 ലക്ഷം ജനത്തെയാണ് ദൈവം നടത്തിയത്. 30 ലക്ഷം ജനത്തെ അത് മേഘസ്തംഭം കൊണ്ടും അഗ്നിസ്തംഭം കൊണ്ടും കർത്താവ് മൂടി അവർക്ക് സംരക്ഷണം ആശ്വാസം വഴി കാണിച്ചു കൊടുത്ത് ദൈവം സ്തോത്രം. അത് വെറും ഒരു തമാശയല്ലല്ലോ, അല്ലെങ്കിൽ ഒരു സമയം പോക്കിന് വേണ്ടി എഴുതപ്പെട്ട വചനമല്ല. അത് യാഥാർത്ഥ്യമാകിയാൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന 1-2 പേരല്ല 30 ലക്ഷം ജനത്തെ, കുഞ്ഞുങ്ങളെ, യൗവനക്കാർ, വാർദ്ധക്യരായ മാതാപിതാക്കൾ, അത് ബലമുള്ള അത് യോദ്ധാക്കളെ എല്ലാം ഒരുപോലെ കർത്താവ് വഹിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതുകൊണ്ട് ആ കർത്താവ് ഇന്നും നമ്മളെ നടത്തുവാൻ അവൻ ശക്തനാകുന്നു. നമുക്ക് വഴി കാണിച്ചു തരുന്ന ഞാൻ തന്നെ വഴിയും സത്യം ജീവനും ആകുന്നു എന്നറിയിച്ചത് കർത്താവിന് വലിയ മഹാപ്രവർത്തിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്